എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന 3 വീടുകളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ എടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലാണ്. നമുക്ക് ബസ് റൂട്ടിനടുത്തൊക്കെ ആയിട്ടാണ്. ഏകദേശം 1 കിലോമീറ്റർ താഴെയാണ് വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. ലാൻഡ് അളവുകൾ നോക്കുവാണെങ്കിൽ 4 സെന്റ്, 4,300, 4,600 എന്നിങ്ങനെയുള്ള ലാൻഡ് അളവുകളിൽ 4 ബെഡ്റൂമിന്റെയാണ് ഈ കാണുന്ന 3 വീടുകളും സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. പ്രൈസ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ പ്രൈസ് ആണ്. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുവാണെങ്കിൽ കാക്കനാട് കളക്ടറേറ്റിലേക്ക് 7.5 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് സെയിം തന്നെയാണ്, 7.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 12 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററും ആണ് ദൂരം വരുന്നത്. നമുക്ക് അടുത്തൊരു മെട്രോ സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ ആലുവയാണ്, 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് റെയിൽവേ സ്റ്റേഷൻ നോക്കുവാണെങ്കിലും ആലുവ തന്നെയാണ്, 8.2 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഒരുപാട് നല്ല സ്കൂളുകൾ അടുത്ത് വരുന്നുണ്ട്. ചർച്ചസ്, മോസ്ക്, ടെമ്പിള് എല്ലാം തന്നെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. നല്ല ഹോസ്പിറ്റലുകളിലേക്കും ഈസി ആയിട്ട് എത്താവുന്നതാണ്. 3 വീടുകൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നതിൽ ഏറ്റവും ലാൻഡ് അളവ് കൂടിയ ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. 4,600 സെന്റ് ആണ് ലാൻഡ് അളവ് വരുന്നത്. മൂന്നാമത് വരുന്ന ഈ ഒരു വീട് 2 വഴികൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഏകദേശം വേൽ ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. വീടിന്റെ ഫ്രണ്ടിലൂടെയും സൈഡിലൂടെയും വഴി ഷെയർ ചെയ്യുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് വഴി നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടാർ റോഡ് തന്നെയാണ് വരുന്നത്. 3 വീടുകളുടെയും എലവേഷൻ ഒക്കെ ഏകദേശം ഒരുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായ എലിവേഷനോട് കൂടിയിട്ടാണ് വീടുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീടിന്റെ മതിൽ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റ് ആണ്. മുകളിൽ വന്നിട്ട് ജിയുടെ ഷീറ്റിന്റെ കുറച്ച് വർക്കുകൾ CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ മതിലിൽ വരുന്നുണ്ട്. നമുക്ക് ഒരു ഗേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഫോൾഡിംഗ് മെത്തേഡിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്. പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളെല്ലാം ഗ്രേ പെയിന്റും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ആ ഒരു പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ ബ്രിക്ക് മോഡലുള്ള ആ ഒരു വർക്കാണ് വോളിൽ ചെയ്തിരിക്കുന്നത്. 2 ഭംഗിയുള്ള ഷോലാമ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കാർ പോർച്ച് നമുക്ക് കാണാം, കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു വാഹനം ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അത് കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ പില്ലറുകളാണ് ഫ്രണ്ടിലൊക്കെ വരുന്നത്. നമ്മൾ ഗേറ്റ് തുറന്നിട്ട് നേരെ കയറുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. മുറ്റം കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ കാർ നമുക്ക് ഈ കാണുന്ന കാർ പോർച്ചിന്റെ അണ്ടറിൽ പാർക്ക് ചെയ്യാം. EV വെഹിക്കിൾസ് ആണെങ്കിൽ ചാർജിംഗ് പോയിന്റ് അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തെ കാർ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് റൈറ്റ് സൈഡിലേക്കുള്ള ഭാഗത്താണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെയായിട്ട് കിണർ വരുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വലിയൊരു ആഴത്തിലുള്ള കിണർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. പകുതിയോളം പോർഷൻസ് നോക്കിയാൽ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കി അങ്ങോട്ട് പോകുമ്പോൾ നല്ല വൈഡ് ആയിട്ട് തന്നെയാണ് ഏരിയ വരുന്നത്. അവിടെ എല്ലാം തന്നെ ബേബി മെറ്റൽ ആണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും നല്ല സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണ് വർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ ഏരിയ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലൂടെ പോകുമ്പോൾ ബ്രിക്ക് മോഡലുള്ള ഡിസൈൻ ആണ് വോളിൽ കൊടുത്തിരിക്കുന്നത്. അവിടെയൊക്കെ ആയിട്ട് നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെയും സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ഫ്ലോർ നോക്കുവാണെങ്കിൽ മെറ്റൽ ഷിപ്പാണ്. വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് ഡോർ വന്ന് എൻഡ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നല്ലൊരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്. പടിഞ്ഞാറോട്ടാണ് മെയിൻ ഡോർ ഫേസ് ചെയ്യുന്നത്. നല്ല ഡിസൈനിൽ വളരെ ഹൈറ്റിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. 2 പീസ് ആയിട്ടാണ്, 2 പാളിയായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ 3 വീടുകൾ സെയിലിനുണ്ട്. അതിനകത്ത് ഇന്ന് ഒരു വീടാണ് പരിചയപ്പെടുന്നത്. ഈ വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4.6 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2050 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നേരെ വന്ന് നിൽക്കുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. ഒരുപാട് വിൻഡോസ് വരുന്നുണ്ട്. മുകളിൽ 4 വിൻഡോസ് ആയിട്ടും താഴെ 2 വിൻഡോസും, ടോട്ടൽ 6 വിൻഡോസ് ആണ് ഇവിടെ കിട്ടുന്നത്. പുറത്തേക്ക് പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്.
ഈ ഭാഗത്ത് വേറെ നമുക്ക് 4 വിൻഡോസ് കൂടിയാണ് കിട്ടുന്നത്. ഇവിടുത്തെ ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ തന്നെയാണ്, ചെറിയൊരു ബ്രൗൺ ഡിസൈനും കൂടെ അതിനകത്ത് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനായിട്ട് സ്ട്രേറ്റ് വരുമ്പോൾ തന്നെയാണ് നമുക്ക് വലിയൊരു അറേഞ്ച്മെന്റ് കിട്ടുന്നത്. മൾട്ടിവുഡിൽ തന്നെ വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ്. റൈറ്റ് സൈഡിലൊക്കെ നോക്കിയാൽ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അതിന്റെ വരുന്ന സ്പേസുകളിലെല്ലാം തന്നെ LED സ്ട്രിപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ട് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഡ്രോസ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡിസൈനുകൾ ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ മാത്രം കൊടുത്തിട്ട് അതിനകത്ത് വലിയ LED ബൾബുകളും LED സ്ട്രിപ്പുകളും ഫാൻ ഫിറ്റിംഗുമാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 12.5 അടി നീളവും 10 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ലിവിംഗിന്റെ എൻട്രൻസ് തന്നെ നോക്കിയാലും വളരെ ഹൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് ചെറിയ 3 ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എൻട്രി ചെയ്യുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലൊക്കെ വിരിച്ചിരിക്കുന്നത്. വുഡൻ തന്നെയാണ് ഹാൻഡ് റൈൽസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തെല്ലാം GA പൈപ്പ് കൊണ്ട് തന്നെ നിറയെ ഹാൻഡ് റൈൽസ് ഒക്കെ കൊടുത്ത് സേഫ് ആയിട്ടാണ് അതെല്ലാം തന്നെ കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെ വരുന്ന ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകളിലെല്ലാം തന്നെ ഭംഗിയുള്ള നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ടോയ്സും ഫ്ലവേഴ്സും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് മിഡിൽ പോർഷനിൽ വലിയൊരു ഡോറ് കിട്ടുന്നുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടേഴ്സ് വെക്കാനും സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഈ ഒരു ഭാഗത്തോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഹാളിൽ നമുക്ക് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഷേപ്പിലാണ് ആ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് വുഡൻ ആണ് വരുന്നത്. ലൈറ്റ് ഫിറ്റിംഗ് വരുന്നുണ്ട്. താഴെയൊക്കെ ആണെങ്കിലും കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിന്റെ പീസിലാണ് വാഷ് ബേസിൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു വലിയ ഡൈനിങ് ഏരിയ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 6 അല്ലെങ്കിൽ 7 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. 15 അടി നീളവും 14 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കിട്ടുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് 4 വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ ഫാൻ ഫിറ്റിംഗ് വരുന്നുണ്ട്. ചെറിയ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് താഴെ 2 ബെഡ്റൂമുകൾ നിൽക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നതിന്റെ റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ടാണ് നമുക്ക് 2 ബെഡ്റൂമുകൾ വരുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം തന്നെ നമുക്ക് നോക്കാം. ഡോറുകളെല്ലാം തന്നെ സെയിം പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോഡലിലാണ് ഡോർ വരുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 12 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും അവിടെ 4 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും ഭംഗിയുള്ള ഡിസൈനുകളൊക്കെ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ് ആവശ്യത്തിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് ഫാൻ ഫിറ്റിംഗും വരുന്നുണ്ട്. വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ്. നല്ല രീതിയിൽ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനുകളിലെല്ലാം ഓപ്പൺ ഷെൽഫുകൾ വരുന്നിടത്തൊക്കെ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡോറിന്റെ മോഡൽ ഇങ്ങനെയാണ്. ടൈലുകൾ നോക്കുവാണെങ്കിൽ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്രേ കളറിലാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു പോർഷൻ മാത്രം ഒരു കോപ്പർ കളർ കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് സ്ട്രെയിറ്റ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ സൈസിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 14 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ആ ഭാഗത്തായിട്ട് 4 വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോർണർ പോർഷനിലായിട്ടാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കോർണർ പോർഷനിലൊക്കെ വരുന്ന ഭാഗത്ത് ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ് ആണ് ഇട്ടിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ ഡിസൈനുകൾ വരുന്നുണ്ട്. ഓരോ സൈഡിലും നോക്കുവാണെങ്കിൽ കാണാം LED വലിയ ലൈറ്റുകൾ കൊടുത്തിട്ട് ഫാൻ ഫിറ്റിംഗ് കൂടെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ടൈലുകളുടെ കളർ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കോമ്പിനേഷനിലാണ്. ഗ്രേ ആൻഡ് ഒരു കോപ്പർ കളറിൽ തന്നെ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലുകളാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജെറയുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണേണ്ടത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻട്രൻസ് തന്നെ വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ചെറിയ LED ബൾബുകൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് ഗ്ലാസ് ഡോർ ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സ്പേസ് വരുന്നിടത്തെല്ലാം തന്നെ ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. താഴെയൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസൈനുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിൽ തന്നെ നമുക്ക് 2 ഹാങ്ങിങ് ലൈറ്റ്സും കിട്ടുന്നുണ്ട്.
കിച്ചണകത്തേക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 4 പേർക്കൊക്കെ നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് കിട്ടുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസിലുള്ള ടൈലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല പ്രൊജക്ഷനോട് കൂടിയിട്ടുള്ള 3D ഫിനിഷോട് കൂടിയിട്ടുള്ള ടൈലുകളാണ്, വൈറ്റ് കളറിലാണ് വരുന്നത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. വിൻഡോസ് നമുക്ക് എല്ലാ സൈഡിലും തന്നെ വരുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ ഒരു പ്രത്യേക മോഡലിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ചെറിയ ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫാൻ ഫെസിലിറ്റി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കിച്ചന്റെ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ നേരെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഇറങ്ങുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സൗകര്യം കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്നത്. വരുന്ന വഴികളിലെല്ലാം തന്നെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷോ ലൈറ്റ് വരുന്നുണ്ട്. ഞാൻ കയറി വന്ന് നിൽക്കുന്ന ഭാഗത്ത് ഇവിടെയായിട്ട് നമുക്ക് 2 വിൻഡോസും കിട്ടുന്നുണ്ട്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ഹാളാണ് കിട്ടുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഹാള് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എൽ ഷേപ്പിലാണ് ഈ ഒരു ലാൻഡ് വരുന്നത്. ഇതിന്റെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ നിറയെ വർക്കുകൾ വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വന്നതിന്റെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ പെർഗോള മോഡലിലാണ് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്കൈ അവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. റൂഫുകളിലൊക്കെ ഭംഗിയുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാളിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഫാൻ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വന്ന് ആദ്യം വരുന്ന ഭാഗത്തുള്ള ഡോർ തുറക്കുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് കിട്ടുന്നത്. ഫ്ലോറുകളൊക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ടൈപ്പ് ഓഫ് വരുന്ന ആ ഒരു ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. വലിയൊരു ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റും വേസ്റ്റ് വാട്ടർ ലൈനും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ അകത്തേക്ക് കയറി വരികയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഹാളുണ്ട്. താഴെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോലെ തന്നെയാണ് ബെഡ്റൂമുകൾ വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതിന് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് 2 ബെഡ്റൂമുകൾ വരുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂം തന്നെ ആദ്യം നോക്കാം. എല്ലായിടത്തും തന്നെ ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയൊരു ബെഡ്റൂം തന്നെയാണ് കിട്ടുന്നത്. 14.5 അടി നീളവും 10 അടി വീതിയുമാണ് വരുന്നത്. സ്ട്രെയിറ്റ് വരുമ്പോൾ 3 വിൻഡോസ് ഇവിടെയും ബാക്കിയുള്ള 4 വിൻഡോസ് ഈ ഭാഗത്തുമാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും ഭംഗിയുള്ള ഡിസൈനുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. നല്ലൊരു ബ്രൗൺ കളറിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതിനെ കൂടെ മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മിഡിൽ പോർഷനിലൊക്കെ ഓപ്പൺ ഷെൽഫുകളും ലൈറ്റ് ഫിറ്റിംഗും വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള ടൈലുകളാണ് ബ്രൗൺ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് 4ാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 12 അടി നീളവും 12 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. 3 വിൻഡോസ് ഇവിടെയും 4 വിൻഡോസ് ആ ഒരു വോളിലുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ വർക്കുകൾ വരുന്നുണ്ട്. ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗും കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ വാർഡ്രോബ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റീഡിംഗ് ടേബിൾ കൂടെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. മുകളിലൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന കബോർഡായിട്ടും താഴെയൊക്കെ ഡ്രോസ് ആയിട്ടും ഒക്കെയാണ് തിരിച്ചിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് 4ാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഗ്രേ കളർ ടൈലിൽ കുറച്ച് ഡിസൈൻ വരുന്ന രീതിയിലുള്ള ടൈലാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബ്രൗൺ കോമ്പിനേഷനും കൂടെ ഒരു സൈഡിൽ വരുന്നുണ്ട്. 4 ബെഡ്റൂമുകൾ കണ്ടതിൽ 4ഉം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഹാളിലാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് എന്ത് ഡെക്കറേറ്റീവ് ഐറ്റംസ് വെക്കാൻ പോലും നല്ലൊരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയായിട്ടാണ് അപ്പർ ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഈ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കിട്ടുന്നത്. ഇവിടെയായിട്ട് നമുക്ക് 4 വിൻഡോസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള 3 വിൻഡോസ് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൽ TV വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ നല്ല ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രോ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും നല്ല രീതിയിൽ വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗും ഫാൻ ഫിറ്റിംഗും എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിന്റെ ഈ ഭാഗത്തായിട്ടുള്ള ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ഡോറാണിത്. ചെറിയൊരു ബാൽക്കണി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ പില്ലറാണ് ഇവിടേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ടഫന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഹാൻഡൈൽസ് നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എഡ്ജ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ ബൾബുകളും കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലാണ്. ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ താഴെയാണ് വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ സെയിലിനായിട്ട് 3 വീടുകളാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്നും കിട്ടുന്നത്. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 4.6 ആണ് ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 2050 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. ഇതിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 80 ലക്ഷം രൂപയാണ്. 80 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഇതിന് തൊട്ടടുത്ത് നമുക്ക് 2 വീടുകൾ കൂടിയുണ്ട്. ഇത് 4.6 ആണ്. അടുത്തുള്ള വീടുകൾ വന്നിട്ട് 4.3 ആൻഡ് 4 സെന്റിലാണ് ലാൻഡ് വരുന്നത്. 4 BHK ആയിട്ട് തന്നെയാണ് ആ വീടുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു 4.6 ലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന വീടിന് 80 ലാക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ മറ്റുള്ളത് നിങ്ങൾക്കറിയാം ലാൻഡ് അളവ് കുറവാണ്. അതിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും റേറ്റും നമ്മൾക്ക് നെഗോഷ്യബിൾ ആക്കി വാങ്ങിക്കാവുന്നതാണ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വരുന്ന സമയത്ത് 3 വീടുകളിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. ലോൺ ഫെസിലിറ്റിയും ഈ കാണുന്ന വീടുകൾക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ പാർക്കിനടുത്താണ്, 7.5 കിലോമീറ്റർ ഉള്ളൂ. കളക്ടറേറ്റിലേക്കും 7.5 കിലോമീറ്റർ ഉള്ളൂ. എന്തുകൊണ്ട് സൂട്ടബിൾ ആയ ലൊക്കേഷൻ ആണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.